ഉണ്ണി ബാലകൃഷ്ണൻ ഡിജിറ്റൽ ഹെഡ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഉണ്ണി ബാലകൃഷ്ണൻ, കോടതിയുടെ ഇടപെടൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി മാറുകയാണ്. ഈ പോരാട്ടത്തിൽ WCC പോരാട്ടം അവസാനിക്കുന്നില്ല എന്ന് പറയുന്നു. ആ പോരാട്ടത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് പറയാതെ പറയുകയല്ലേ നീതിന്യായ സംവിധാനം? നിശ്ചയമായും സുജയ, ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഇടപെടലുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കത് പ്രേക്ഷകരോട് വളരെ വ്യക്തമായി പറയേണ്ടതുണ്ട്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യമായി ഞാൻ കാണുന്നത് ഈ വിഷയത്തിൽ വനിതാ കമ്മീഷനെ സ്വമേധയാ കോടതി കക്ഷി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് വനിതകളുടെ ക്ഷേമത്തിന് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും പ്രവർത്തിക്കേണ്ട ഒരു ബോഡിയാണ് വനിതാ കമ്മീഷൻ. കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. ആ വനിതാ കമ്മീഷനെ ഇതിൽ കക്ഷി ചേർക്കുക വഴി വളരെ നിർണായകമായൊരു ചുവടുവെപ്പ് കോടതി നടത്തിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, സർക്കാരിനോടൊരു സത്യവാങ്മൂലം ഫയൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് ആ സത്യവാങ്മൂലത്തിൽ പറയേണ്ടതെന്ന് കൂടി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന് മേൽ ഇനി എടുക്കുന്ന നടപടികളെക്കുറിച്ചാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്യേണ്ടത്. അതിൻ്റെ അർത്ഥം സർക്കാർ ഇതിനുമേൽ ഇനി ആക്ട് ചെയ്യണം എന്ന് തന്നെയാണ് പരോക്ഷമായി കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഇതൊരു ക്രിമിനൽ കേസാണ് എന്നുള്ളൊരു ഹർജി കൂടി കോടതിക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് സുജയ. അതായത് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന ഹർജി കോടതി ഫയലിൽ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി ഇനിയിപ്പോൾ അതിശക്തമായി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ കോടതി ഒരു ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, മാധ്യമങ്ങളുടെ ഈ കാര്യത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധമായ നിലപാടിനെ മാനിച്ചുകൊണ്ട്, WCC എടുത്തിട്ടുള്ള വലിയ ശക്തമായ നീക്കങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി കൂടി നമ്മളോട് ഐക്യപ്പെടുന്നു, പൊതുസമൂഹത്തോട് ഐക്യപ്പെടുന്നു എന്നുള്ളതിനകത്ത് ഒരു സംശയവും വേണ്ട. സർക്കാരിന് ഇക്കാര്യത്തിൽ ഇനി നിശബ്ദത പാലിക്കാനേ കഴിയില്ല. അല്പം മുമ്പ് സജി ചെറിയാൻ പറയുന്നത് കോടതി എന്താവശ്യപ്പെടുന്നു അത് പ്രവർത്തിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോൾ കോടതിയെ സമീപിക്കേണ്ടത് സർക്കാരായിരുന്നു. കാരണം ഒരു വ്യവസായ തൊഴിൽ മേഖലയിൽ നടക്കുന്ന അതിഭീകരമായ നോക്കൂ ഉണ്ണി ബാലകൃഷ്ണൻ, പേരുകളെല്ലാം വരട്ടെ കോടതിക്ക് മുന്നിലേക്കെന്നാണ് ഈ പൂർണ്ണ റിപ്പോർട്ട് എന്ന് പറയുന്നതിന്റെ ഒരു ഉള്ളടക്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, നമ്മുടെ പ്രേക്ഷകരും ഇതേ രീതിയിൽ തന്നെയാണ്. ഇത് പ്രേക്ഷകരും, അതായത് പൊതുസമൂഹവും ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന നമ്മുടെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ്. അബ്ദുൽ ലത്തീഫ് പറയുന്നു, ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ എല്ലാവരും പ്രതിഷേധിക്കുക, സാമൂഹിക ബോധമുള്ളവരാവുക, ചൂഷണക്കാരെ നമ്മൾ വളർത്തരുത് എന്നാണ് അബ്ദുൽ ലത്തീഫ് എന്ന നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന സന്ദേശം. ഉണ്ണി ബാലകൃഷ്ണൻ, പൊതുസമൂഹം എന്താണ് ചിന്തിക്കുന്നത് എന്നത് ഒരു നീതിന്യായ വ്യവസ്ഥ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ പൊതുബോധത്തിനെതിരായ ഒരു നിലപാട് ഒരു സർക്കാർ എടുക്കുന്നു എന്ന ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണല്ലോ പൊതു താല്പര്യ ഹർജിയിന്മേൽ ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ വരുന്നത്. സുപ്രീം കോടതിയിലായാലും താഴേക്കുള്ള കോടതികളിലായാലും നമ്മൾ പതിവായി കാണുന്നത് അതുതന്നെയല്ലേ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും നമ്മൾ കണ്ടത്. ഉണ്ണി ബാലകൃഷ്ണൻ, അതിശക്തമായി ഇക്കാര്യത്തിൽ ഇടപെട്ടത് കോടതിയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ടല്ലോ. കാരണം ഇൻഫർമേഷൻ കമ്മീഷൻ മാധ്യമപ്രവർത്തകർ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ആ രേഖകൾ, ആ റിപ്പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പുറത്തേക്ക് വിടാൻ ആവശ്യപ്പെടുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ പല ആളുകളും രംഗത്തേക്ക് ഇറങ്ങുമെന്ന് കോടതിയെ സമീപിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ സുജയ. നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു നടി അടക്കം കോടതിയിൽ പോവുകയാണ്. എന്നിട്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത്, തന്റെ സ്വകാര്യതയെ അത് ബാധിക്കുമെന്നാണ് പറഞ്ഞത്. അതിനെയെല്ലാം കോടതി എങ്ങനെയാണ് കണ്ടത്? കോടതി ആ നടിയുടെ കേസ് പോലും പരിഗണിക്കാൻ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിലൊക്കെ കോടതി അതിശക്തമായി ഇക്കാര്യത്തിൽ നിലപാടെടുത്തു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കോടതിയുടെ അതിശക്തമായ നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം 2:30 മണിക്ക് ഈ പറയുന്ന റിപ്പോർട്ട്, ഓഗസ്റ്റ് 19 2:30 മണിക്ക് ഈ റിപ്പോർട്ട് പുറത്തു വരാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് കോടതിയുടെ ശക്തമായ ഇടപെടൽ തന്നെയാണ്. അല്ല എങ്കിൽ ഈ റിപ്പോർട്ട് വെളിച്ചം കാണുമായിരുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ 4.5 വർഷം ഒരു അലമാരയിൽ അടച്ചു പൂട്ടി വെച്ചത്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ പറയുന്ന റിപ്പോർട്ടിന്മേലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കോടതി വിളിച്ചു വരുത്തുകയാണ്. അതാണ് 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി ഇപ്പോൾ പൂർണ്ണമായ റിപ്പോർട്ട് കൊണ്ടുവരൂ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതൊരു സീൽഡ് കവറിൽ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നു എന്ന് പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾക്ക് ഉപോത്ബലകമായിട്ടുള്ള അല്ലെങ്കിൽ പരാതികൾക്ക് അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ കൂടി കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി കോടതി ആക്ട് ചെയ്യും അക്കാര്യത്തിൽ എന്ന കാര്യത്തിൽ എന്താണ് സംശയം? കാരണം രാജ്യത്തെ നിയമം പറയുന്നത് ഏതെങ്കിലും ഒരു ക്രൈം, സെക്ഷുവൽ ക്രൈം നടന്നു എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നാണ്. 0 FIR ആണ്. ആരും ഒരു പരാതിയുമായിട്ട് ഒരു മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോകേണ്ട, ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോകേണ്ട. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് പരാതിയുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ്. നോക്കൂ, ഈ കമ്മിറ്റി തന്നെ സ്റ്റേറ്റാണ് സുജയ. ഒരു സ്റ്റേറ്റ് അതിൻ്റെ ഭാഗമായ ഒരു കമ്മിറ്റിയെ നിയമിച്ച് ഒരു മേഖലയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ പ്രവണതകളുണ്ടെങ്കിൽ അതെല്ലാം ഉച്ചാരണം ചെയ്യാൻ ആ കമ്മിറ്റിയോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടാൽ ആ കമ്മിറ്റി ഇറ്റ്സെൽഫ് ബിക്കം എ സ്റ്റേറ്റ്. ആ കമ്മിറ്റി സ്റ്റേറ്റിന്റെ ഭാഗമാണ്.
അവിടെ നിങ്ങൾ പോയി പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റേറ്റിനോട് പറയുന്നതാണ്. ആ അർത്ഥത്തിൽ അതിൻ്റെ ഒരു പരാതിയുടെ സ്വഭാവമുണ്ട്. ഇനി നിങ്ങൾ കേവലം ആരോപണങ്ങളല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് കമ്മിറ്റിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത്? കമ്മിറ്റി ഈ പരാമർശങ്ങളെല്ലാം എഴുതി വെച്ചത് വെറുതെ അങ്ങ് ആരെങ്കിലും ചെന്ന് പറയുന്നതെല്ലാം അതേപോലെ രേഖപ്പെടുത്തിയ ഒരു മൊഴിയാക്കി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള തെളിവുകൾ കൂടി ഒരു അനക്സ്റ്ററായിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് ഡിസംബർ 31, 2019 ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോപണങ്ങളും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന ചൂഷണങ്ങളും ഈ പറയുന്ന കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം അത് റിപ്പോർട്ടായിട്ട് 1, 2, 3 എന്ന് അക്കമിട്ട് റിപ്പോർട്ടായിട്ട് സർക്കാരിന് കൊടുത്തത്. ആ റിപ്പോർട്ടാണ് സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോൾ വീണ്ടും ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് 10ഓ 15ഓ പേരുള്ള പവർ ഗ്രൂപ്പ് എന്ന വിഭാഗത്തിന് കഴിഞ്ഞ 4.5 വർഷവുമായിട്ടും സുഗമമായി തങ്ങൾ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് ഈ സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന ഉത്തമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സർക്കാരാണെങ്കിലും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എന്ത് കൊടുക്കൽ വാങ്ങലാണ് ഈ ക്രിമിനലുകളായിട്ടുള്ളത് എന്ന് വെളിപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിന് നിങ്ങളെ മറച്ചു വെക്കണ്ട, ഈ റിപ്പോർട്ട് പൂർണ്ണമായും കോടതിക്ക് തരൂ, അതിനോടൊപ്പം തന്നെ ഒരു സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം. എന്താണ് ആ സത്യവാങ്മൂലത്തിൽ പറയേണ്ടത്? എന്തൊക്കെ നടപടികൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചെയ്തിരിക്കുന്നു എന്ന് കോടതിയെ ഇനി അറിയിക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ സർക്കാരാണ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടോ? ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? നിയമമന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് ആ മന്ത്രിസഭയിലെ പ്രമുഖനായൊരു മന്ത്രി തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞല്ലോ, ബാലഗോപാൽ നിയമം പഠിച്ചിട്ടുള്ള ആളാണ്, അഡ്വക്കേറ്റ് KN ബാലഗോപാലാണ്. ആ ബാലഗോപാൽ പറയുന്നു ഈ രാജ്യത്തൊരു നിയമം. ബാലകൃഷ്ണൻ, ഇനിയും നേരം വെളുക്കാത്തവർ ആരാണ് എന്നുള്ളത് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഇത്രയും മണിക്കൂറുകൾക്കിടയിൽ കേരളം കണ്ടതാണ്. അതുകൊണ്ടാണ് പൊതുജനം പറയുന്നത് ഞങ്ങളെ ഇനിയും പൊട്ടന്മാരാക്കരുത്, ഈ പേരുകൾ നിങ്ങൾക്കറിയാം, ആ പേരുകളിലേക്ക് നിങ്ങൾ പോകാത്തത്, അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്യാൻ പോലും തയ്യാറാകാത്തത് എന്തിനാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പൊതുജനം പറഞ്ഞു കഴിഞ്ഞു. പലയിടങ്ങളിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് മാധ്യമങ്ങൾ വാർത്തയിലൂടെ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, പൊതുസമൂഹം ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്.